ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി വിസ എന്ന് പറയും, നമ്മുടെ ലൈഫ് പാർട്ട്ണർ, അത് ഭാര്യയുടെ കെയർ ഓഫിൽ വരുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ആൾക്കാരും എന്താ പറയുക, കളിയാക്കി വിളിക്കുന്ന പോലത്തെ ഒരു വിളിയാണ് സാരി വിസ, അല്ലെങ്കിൽ പാവാട വിസ, അല്ലെങ്കിൽ പാവാടയുടെ ചരട് വിസ, അല്ലെങ്കിൽ അതിൻ്റെ അടിയിലത്തെ വേറെ സാധനങ്ങളുടെ അങ്ങനത്തെ വിസ എന്നും പറഞ്ഞിട്ട് ഒരു തരംതിരിവ് ഇങ്ങനെ കാണിക്കും. പൊതുവെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാറ്റഗറിയിൽ വന്ന ആളാണെന്ന് ആരും പറയില്ല. പക്ഷേ എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ച ഒരാൾ, ഒരു കാരണവരാണ്, പുള്ളി വർഷങ്ങൾക്ക് കൂടെ എത്തിക്കണതാ. ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, ഇതെൻ്റെ സ്ഥലത്ത് നിന്ന് വിളിക്കണത്, ഞാൻ അവിടെ വന്നിട്ട് ഇത്രയും വർഷങ്ങളായി, ഞാൻ ഇന്ന വിസയിൽ വന്ന ആളാണ്, സാരി വിസയിൽ വന്ന ആളാന്ന് പറയാം. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ട് ഇദ്ദേഹം ഈ സാരി വിസ എന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളത് എനിക്കൊരു ഇതായി. വീണ്ടും ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആളുടെ മനസ്സിൽ അത്രമാത്രം ദേഷ്യം കിടക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാർ അദ്ദേഹം വന്ന സമയത്ത് സാരി വിസക്കാരൻ, പാവാട വിസക്കാരൻ എന്ന് വിളിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളത്. ആളിത് എന്നെ സത്യം പറഞ്ഞാൽ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളികൾ ഇവിടെ വന്നിട്ടാണെങ്കിലും നമ്മൾ ഇതേമാതിരി ഒരു നാട്ടിൻ പ്രദേശത്തെ പോലെ ഒരു ചായക്കട സെറ്റപ്പ് പോലെ ആൾക്കാരെ പറ്റി പരദൂഷണം പറയുന്ന പരിപാടി. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ വീഡിയോ കണ്ടിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഇതിങ്ങനത്തെ ഒരു സാധനം ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. ഇനി ഇതിൻ്റെ ഒരു കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് എനിക്ക് പുള്ളി പറഞ്ഞത്. ഈ ഒരു സാധനത്തിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുള്ളി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ആൾ പറഞ്ഞതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും സംസാരിക്കാൻ പോണത്. നമ്മൾ സാരി വിസ, പാവാട വിസ, എന്ത് വിസേനായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ ഗതി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഞാൻ ഇയാളുടെ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇദ്ദേഹം നാട്ടിൽ അന്നത്തെ കാലത്ത് ആൾ എൻജിനീയർ ആയിരുന്നു. അങ്ങനെ ആളിവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നു. ആളുടെ വൈഫിൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞിട്ട് ആൾ നോക്കിക്കഴിഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ പ്രൊഫഷണലി ജോലിക്ക് പോയി, എൻ്റെ ഭാര്യ അവളുടെ പ്രൊഫഷണലി പോയി കഴിഞ്ഞാൽ പിള്ളേരെ നോക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര പരിങ്ങല്ലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൻസിനെ കൊണ്ടുവരാൻ പിടിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ ജോലിക്ക് പോവാതെ ഒരു ഫാമിലി മാനായി മാറി, ഒരു കുടുംബസ്ഥനായി മാറി, അതായത് ഹോം മേക്കറായി മാറാണ്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ഭാര്യ ജോലി ചെയ്യുന്നതാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നത്, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടക്കണത്. എന്നാൽ പിന്നെ അവൾ ജോലി ചെയ്യട്ടെ, എനിക്കൊരു പരാതിയില്ല. ആൾ നല്ലൊരു കുക്കാണ്, അയാൾ ആ മക്കൾക്കും ഭാര്യയ്ക്കും ഭക്ഷണയ്ക്കും വെച്ചുണ്ടാക്കി വീട് ക്ലീൻ ചെയ്തു. പുള്ളിനോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ കുക്കായിട്ട് ജോലി ചെയ്തു, ഞാൻ ഹൗസ് ക്ലീനിങ് ജോലി ചെയ്തു, ഞാൻ പിന്നെ ഞാൻ മറ്റേ ലോണ്ട്രി ആ ജോലി ചെയ്തു, ഗാർഡനിങ് ചെയ്തു, പുല്ലുവെട്ടൽ ചെയ്തു. പക്ഷെ ഇതൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് എന്നെ കളിയാക്കിയിരുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ മക്കൾ തിരിഞ്ഞു നോക്കാതെ അവിടെ ഇവിടെയും കിടക്കണു. പുള്ളിയെക്കാട്ട് 2 വയസ്സ് മൂത്ത ആൾക്കാർ, അത് 70-72 വയസ്സുള്ള ആൾക്കാർ ഓൾഡ് ഏജ് ഹോമിൽ പോയി കിടക്കുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ ഭാര്യയുമൊപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. എല്ലാ വീക്കെൻഡ്സും അവർക്ക്, എൻ്റെ 2 ആൺപിള്ളേരുള്ളത്, ഈ 2 ആൺപിള്ളേർക്കും അത്ര എമർജൻസി ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ 2 ആൺപിള്ളേരും അവരുടെ കുടുംബമായിട്ട് വരുന്നു. വീക്കെൻഡ്സ് ഞങ്ങളുടെ വീട്ടിൽ അടിപൊളിയായി. ഞങ്ങൾ വലിയ ഫിനാൻഷ്യലി വലിയ ആൾക്കാരൊന്നുമല്ല, പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കൗണ്ടി ഭാഗത്ത് ഒരു 4 ഏക്കറിലുള്ള ഒരു ഏക്കറേജ് ഹോം മേടിച്ചിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ആ ഒരു വീക്കെൻഡ്സ് ആകുമ്പോൾ വരും എൻ്റെ മക്കളും. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, എൻ്റെ മക്കൾ മലയാളം പറയുന്നു, അതുപോലെ തന്നെ മോനെ എൻ്റെ മക്കൾ നന്നായി മലയാളം സംസാരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത കാരണം കൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ കൂടെ വയസ്സാം കാലത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വർത്താനുണ്ട്, പൊതുവെ എല്ലാവരും പറയും ഒരു പ്രായം കഴിഞ്ഞ പിന്നെ മക്കളുടെ വഴിക്ക് പോകുന്നു. ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾ പറഞ്ഞ ഒറ്റ ഡയലോഗാ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സമയവും കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടേണ്ട സമയത്ത് ഈ സാധനം കിട്ടും. മോൻ പറഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്, വയസ്സാം കാലം 2ാം ബാല്യം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കുഞ്ഞൊരു തിരുത്തുണ്ട് മോനെ. കാരണം നമ്മുടെ 1ാം ബാല്യത്തിൽ നമുക്ക് നമ്മുടെ പേരൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ ബന്ധുക്കളുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ നോക്കാൻ. 2ാം ബാല്യത്തിൽ ആരുമില്ല. അനാഥമാകുന്ന 2ാം ബാല്യമാണ് ഈ വാർത്തയ്ക്ക് എന്നുള്ളത്. അപ്പം ആ സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ ഹാപ്പിയാണ്. അന്ന് എന്നെ കളിയാക്കിയിരുന്ന പലരും ഇന്ന് ഓൾഡ് ഏജ് ഹോമുകളിലും അവരുടെ മക്കളൊക്കെ എവിടെയാണെന്ന് പോലും അവർക്കറിയാത്ത സിറ്റുവേഷനിലാണ് അവർ നിൽക്കണം. വർഷത്തിലൊരിക്കൽ 2 വർഷം കൂടുമ്പോഴേക്കും വന്നാലായി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളിത് നിങ്ങളുടെ വീഡിയോയിലൊന്ന് പറയണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും ഈ പറഞ്ഞ ഈ സാരി വീസ എന്നുള്ള കളിയാക്കൽ കാരണം കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറ്റാത്ത പണി പലതും ഒരു പോയി ചെയ്യും. അതായത് ചിലപ്പോൾ വല്ല നേഴ്സിങ്ങിൻ്റെ വല്ല ജോലി പഠിച്ചിട്ട് അങ്ങനെ PSW ആയിട്ട് വർക്ക് ചെയ്യാൻ പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ മാനസികമായിട്ട് ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിത് എൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചു. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോൻ പറയാണ് അവൻ്റെ കൂട്ടുകാരുണ്ട്, അവൻ്റെ കൂട്ടുകാരൻ വെള്ളക്കാരനാണ്, അവരുടെ വീട്ടിൽ ഇതാണ് അവസ്ഥ. ഇവൻ്റെ അപ്പൻ പണ്ട് ജോലിക്ക് പോയിരുന്നു, അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോയ കാര്യങ്ങൾ മുന്നോട്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ അപ്പന് ജോലി അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി. അമ്മ രംഗത്ത് ഇറങ്ങാണ്. ഇതേമാതിരി നേഴ്സിംഗ് എല്ലാം പഠിച്ചു. അവർ 6 അവർ ജോലി തുടങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം വരണത് അമ്മയുടെ ജോലിയിലാണ്, അപ്പൻ്റെ ജോലിയിലല്ല. അപ്പോൾ അപ്പൻ ഹോം മേക്കറായി, അതായത് വീട് നോക്കുന്ന വീട്ടമ്മയ്ക്ക് പകരം വീട്ടപ്പനായി. മനസ്സിലാവണ്ട? അപ്പോൾ ഇതിനെ നമ്മളുടെ കുടുംബമാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പം പിന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ മാതിരി സാരി വിഷയം കൊണ്ട് കളിയാക്കുണ്ടാവും. പക്ഷേ ഈ പറയുന്ന കളിയാക്കുന്ന ആൾക്കാർ വരെ ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ നടത്തുന്ന വലിയ വലിയ സ്ഥാപനങ്ങളിലാവുമ്പോൾ ജോലി ഉണ്ടാവുക. വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലൊന്നല്ല പല ആൾക്കാരും വരാത്തത്. അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് പല ആൾക്കാരും സ്വന്തം പ്രൊഫഷനിൽ ഇവിടെ ക്ലച്ച് പിടിക്കാത്തത് അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കാത്തത്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു IT കാരുണ്ട്, പുള്ളി ആ പണിക്ക് പോകുന്നില്ല. കാരണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മടുപ്പാ. ഒരു നേഴ്സുണ്ട്, ഇവിടെ ലൈസൻസ് ഉള്ള നേഴ്സാണ്. പുള്ളി പറഞ്ഞാൽ എന്താ, എനിക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് എനിക്കത് പറ്റണില്ല, ട്രക്ക് എന്ത് സുഖമാണ്, അടിപൊളി, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവരവൻ്റെ ചോയ്സാണിത്. അവിടെ സാരി വിഷയം മറ്റേ വിഷയം ഒന്നാമത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊന്നും അതില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അല്ല, ഈ ഒരു പ്രയോഗം എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ പുറം രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവരിതിനെ കൂടുതൽ ഇങ്ങനെ ചവിട്ടി തേച്ച് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എന്താ പറയുക, നമ്മൾ പുറം രാജ്യത്ത് നിൽക്കണു, നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല, ഭാര്യയുടെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും വല്ല കൂലിപ്പണിക്കെങ്കിലും എവിടെയെങ്കിലും പോവും, പറ്റാത്ത പണിക്ക് പോവും. അതായത് നമ്മൾ വയ്യാത്ത പട്ടി കയ്യാലെ കയറാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റൈൽ. അപ്പോൾ സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ നിവൃത്തി കയറുകൊണ്ട് നമ്മൾ പോവും. എന്തിന്? ആൾക്കാരെ കാണിക്കാൻ. അപ്പോൾ അത് വേണ്ട എന്നാണ് പുള്ളിയുടെ ആ ഒരു വിലയേറിയ ഉപദേശം. എനിക്കത് കുറച്ച് കാര്യം തോന്നി. കാര്യം എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ രാജ്യത്ത് എല്ലാവരും ഡിപ്പെൻഡൻസി വിസ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു, ഭാര്യയ്ക്ക് അത്യാവശ്യം നല്ല ഇതുണ്ടാവും, എന്നാൽ പിന്നെ ഭാര്യന് കോഴ്സ് പഠിക്കാൻ വിടുന്നു, പിന്നെ അല്ല ഭർത്താവ് വരുന്നു ചെയ്യുന്നു. ചിലപ്പോൾ ഭർത്താവിൻ്റെ പൈസ ഉണ്ടാവും ഭാര്യനെ പറഞ്ഞേക്കണേ. ഇതൊന്നൊരു നോട്ടമില്ലാണ്ട് അട്ടപ്പട്ടലം ഈ സാരി വിസ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് അതിനെ തേക്കുന്നൊരു സ്വഭാവം. അപ്പോൾ അത് നാട്ടുകാർ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആർക്കാണോ കൂടുതൽ ശമ്പളം കിട്ടുന്നത് ആ ഒരാൾ ജോലി ചെയ്ത് മറ്റാൾ കുടുംബം നോക്കുമ്പോൾ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ശാന്തി, സമാധാനം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ഒരു FD എന്ന് പറയില്ലേ നമ്മൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആ പരിപാടി. പുള്ളി പറഞ്ഞു മക്കളൊക്കെ അത്യാവശ്യം വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കാലം ടാക്സി ഓടിക്കാൻ പോയി ഫ്രീ ആയിട്ട് ഉള്ള സമയത്ത്. പിന്നെ മക്കൾ ജോലിക്ക് കയറിയപ്പോൾ അവരെന്നോട് പറഞ്ഞു അപ്പം ഇനി ജോലിക്ക് പോകണ്ട. അവർ തീർത്ത് പറഞ്ഞു. അത് അവരെന്നെ ഇപ്പം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, വീടിൻ്റെ മോർഗേജ് ബാക്കി കുറേ അവരടയ്ക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്നു മോനെ മക്കൾക്ക് കൊടുക്കാനുള്ള സമയം നിങ്ങൾ മാക്സിമം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പുള്ളിയോട് സംസാരിച്ചേ. പുള്ളി പറഞ്ഞ ഒറ്റ ഡയലോഗ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സമയം ആ ഒരു സാധനത്തിന് നമ്മൾ കൊടുക്കുക. ഒന്നുകിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ. കാരണം ഈ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയൊന്നുമില്ല. ഒരു അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും ഒരു കുട്ടീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു തലമുറയ്ക്കുള്ള ഒരു മുതലിനെ ഇറക്കി വിടുകയാണ് ചെയ്യണേ. അതിന് നല്ല വ്യക്തിത്വത്തോടും അടിപൊളിയായിട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു സമ്പത്ത്. പല ആൾക്കാരും അത് മറന്നു പോകണ്ടെങ്കിൽ ഒരു ഓർമ്മിപ്പിക്കലായിട്ട് ഞാൻ ഇത് പറഞ്ഞു എന്നുള്ളൂ. കാരണം എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു കാര്യമാണ്. കാരണം ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഇത് തന്നെ. പിന്നെ മെയിനായിട്ട് പുള്ളിയുടെ ഇതെന്ന് വെച്ചെങ്കിൽ പുള്ളീനെ അന്ന് കളിയാക്കിയിരുന്നു കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിലും. പുള്ളി മെയിനായിട്ട് ഈ കമൻറ്റീസ് അടിപൊളി വീഡിയോ വയ്ക്കാനുള്ള മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് ഇതിനായിരിക്കും. അതുകൊണ്ട് കാശില്ലാണ്ടാവില്ല. ഇങ്ങനത്തെ ആൾക്കാരിൽ നിൽക്കൊന്ന് മാറി നിൽക്കുക വേണ്ടെന്ന്, നമുക്ക് നമ്മുടെ കാര്യം.
ആ ഒരു ശൈലി എടുത്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഓൾറെഡി വെള്ളക്കാർ ഇവിടെ ചെയ്യുന്നൊരു പണിയാണ്, പല ആൾക്കാരും ഇവിടെ ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബത്തെ കാര്യങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവർ നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്സൈഡേഴ്സ് കിടന്ന് കരയേണ്ട കാര്യമില്ല ഇതിനകത്ത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാം പറഞ്ഞ മാതിരി പിന്നെ എങ്ങനത്തേക്ക് വല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ എന്താ പറയുക ചെറിയ ചെറിയ സ്പാർക്കുകളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സാപ്പ് നമ്പർ അവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി.